ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് കയറ്റിയിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്, പൊട്ടൽ സൗണ്ട്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. ഫസ്റ്റ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ നമുക്ക് ആ പ്ലഗ് മാറ്റിയിട്ടതിന് ശേഷമാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ പ്ലഗ് ഷോർട്ടായി പോയായിരുന്നാണ്. അപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഷോർട്ടായിട്ട് നമ്മൾ പുതിയ പ്ലഗ് ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി. പക്ഷേ പുതിയ പ്ലഗ് ഇട്ടിട്ടും ആ നിസ്സാര സമയം കൊണ്ട്, നിസ്സാരിക്കുന്ന 1 കിലോമീറ്ററോളം കഷ്ടി ഓടിയിട്ടില്ല. ആ സമയം കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയേക്കണാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം, പൊട്ടൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ എയർ ഫീഡിൻ്റെ ഈ ബ്ലേഡ് വാൽവ് നമുക്ക് നിലവിൽ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതും ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ പൊട്ടൽ സൗണ്ട് മാറിക്കോളും. പക്ഷേ പെട്രോൾ കൂടുതലാണ് കൺസപ്ഷൻ. കൂടുതലായിട്ട് ചെല്ലണോ, കത്താണ്ട് പോയി സൈലൻസറിൽ പോയി കത്തുമ്പോഴാണ് നമുക്ക് അത്രയും ഒരു ബ്ലാസ്റ്റിംഗ് സൗണ്ടോട് കൂടിയിട്ടുള്ളൊരു പ്രോബ്ലം തന്നെ. അപ്പോൾ അത് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയൊരു കംപ്ലയിൻറ്റ് അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി നമുക്ക് ജനറൽ സർവീസായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ് എടുക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് വീലിൻ്റെ ആക്സിൽ ഷാഫ്റ്റ് ബെയറിംഗ് നമ്മൾ ചെക്ക് ചെയ്താൽ വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല, ഏകദേശം സെൻറ്റർ ഭാഗമൊക്കെ തീർന്നേങ്ങനാണ്. അപ്പോൾ മാറ്റി ഇടുന്ന സമയത്ത് നമുക്ക് കമ്പനി വരുന്ന മോഡൽ തന്നെ ചൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതായത് സാപ്പർ മോഡൽ എന്ന് പറയാം. അതിപ്പോൾ MRF, സിയറ്റ്, അപ്പോളോ ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ആ പാറ്റേൺ യൂസ് ചെയ്യുന്നത് അതായിരിക്കും നല്ലത് കുറച്ചും കൂടി. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ ബാക്ക് സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ളൊരു ആരംഭമുണ്ട്. ചെറിയൊരു നനവാണ് അത്. നമുക്ക് ഇപ്പം നിലവിൽ പ്രോബ്ലം ഇല്ല. കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ അതൊന്ന് അഴിച്ച് ഓയിൽ സീൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി. ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്യാനുള്ളൂ. മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ ഡാമേജ് ഒന്നുമില്ല. ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. കാരണം ഞാൻ അത് നല്ല രീതിയിൽ അടിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കിടന്ന് ഓടുന്തോറും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീല് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പീസെറ്റ് സ്ലൈഡ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റും ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തതാണ് കേട്ടോ, പുത്തൻ ബെൽറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇച്ചിരി പൊടിയുടേതായിട്ടുള്ള പ്രസൻസ് കൂടുതലുണ്ട്. ബെൽറ്റ് ഒരു അല്പം തേമാനം കൂടുതൽ കാണുന്നുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ ഈ വീലിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വീലിൻ്റെ സൈഡിലൊക്കെ ആയാലും ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ബെൽറ്റ് കട്ടാവണം കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളതൊന്ന് നല്ല രീതിയിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്മൂത്താക്കി റീസെറ്റ് ആക്കാം. കൂടുതൽ പ്രോബ്ലം ഉണ്ടോയെന്നുണ്ടെങ്കിൽ, കാരണം വെച്ചാൽ ബെൽറ്റ് സൈഡ് ഒരയിൽ കൂടുതൽ വരുമ്പോഴാണ് ഈ രീതിയിൽ പൊടി വന്നതിനകത്ത് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തിടാം, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വീല് മാറ്റേണ്ടതായിട്ട് വരും. അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ തൽക്കാലം നമുക്കതൊന്ന് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ കാർബറേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കരിയുടെ കേസ് ഞാൻ പറഞ്ഞു. എൻജിൻ ഹെഡിനകത്ത് നല്ല രീതിയിൽ കരി കയറി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജെറ്റ് കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ബ്ലോക്ക് വരുമ്പോഴാണ് സാധാരണ രീതിയിൽ ആ പ്രോബ്ലംസ് വരാറ്. കാരണം എന്താ വെച്ചാൽ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടാൻ നല്ലതാണ്. നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, കാർബറേറ്റർ ക്ലീനിങ് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റാണ് നമുക്ക് അതിന് വരാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിടാം. ഏകദേശം നമുക്കൊരു 500-550 രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട്. അതേ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലീനർ വരും. സ്ലോ ജെറ്റ് മിക്കവാറും ബ്ലോക്ക് ഉണ്ടാവും. അത് ലേബർ ചാർജ് എല്ലാം അടക്കം പറയുമ്പോൾ ഏകദേശം ഒരു 500-550 നമുക്ക് ചിലവന്ന കേസാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും മീറ്റർ വർക്കിംഗ് അല്ല, കേബിളൊക്കെ ഇങ്ങനെ സൈഡ് പിരിച്ച് വെച്ചാണ്. അപ്പോൾ നമ്മൾ മീറ്ററിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂ. പക്ഷേ മീറ്റർ സ്റ്റക്കായി പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേബിളൊന്നും മാറ്റിയിട്ടൊന്നും റെഡി ആവില്ല. മീറ്റർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ മെക്കാനിസം ആയിരിക്കണം. ഫുൾ സെറ്റ് യൂണിറ്റ് മാറ്റിയതിന് ശേഷം കേബിൾ ഇട്ടാലാണ് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ വീഡിയോ കണ്ടിട്ടൊന്ന് പറയാം. അപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി തരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് മാറ്റിയിടണം. ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതേപോലെ ഫ്രണ്ടിൽ വരുന്ന 2 കേബിളുകളും പുതിയ കേബിളോ കിടക്കണേ. ബ്രേക്ക് ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ടയർ അത്യാവശ്യം നല്ല ടയറാണ്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ ബാക്കിലത്തെ ടയർ തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ആ ടയർ മാറ്റുമ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ഡിസ്കേപ്പാടി അഴിച്ച് അതേപോലെ തന്നെ ബാക്കിലേക്ക് സെറ്റ് ചെയ്തിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടാനായിട്ട് ശ്രദ്ധിക്കാം. ഈ മോഡൽ പാറ്റേണൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഇത് പഴയ മോഡൽ ചേതക്കിനൊക്കെ വന്ന മോഡലാണ്. ഓടിക്കാൻ അത്ര കംഫർട്ടായിരിക്കില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കമ്പനി മോഡലാണ് ഏറ്റവും ബെറ്റർ. സാപ്പർ മോഡൽ എന്ന് പറയാം. അത് യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത് കേട്ടോ.
നമുക്ക് ഒട്ടുമിക്ക കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് നമ്മൾ. കാരണം ഓടിക്കാൻ സ്മൂത്തും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. വില ഇപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 50 രൂപ 100 രൂപ താഴേക്കാണ് വ്യത്യാസം വന്നുള്ളൂ നമുക്കതിനായിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി വണ്ടിയിൽ ഇരിക്കണേ. ഞാൻ എൻ്റെ ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. 12.92 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9 വോൾട്ട് വരെ വന്നിട്ടുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളെ എഞ്ചിനിലെ ഓയിൽ ലെവൽ നോക്കുമ്പോൾ ഓയിൽ ഇല്ല. ഓയിൽ നമ്മൾ മാറ്റാനായിട്ട് അഴിച്ചിട്ടാണ്. ആകെയുള്ള ഓയിൽ ഇതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഓയിലില്ലാതെയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സംഭവം എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത 90%. കാരണം ഓയിലില്ലാതെ വരുമ്പോഴത്തേക്കും ഒന്നാമത് ലൂബ്രിക്കേഷൻസ് നടക്കില്ല. പിന്നെ എൻജിൻ ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന പിസ്റ്റൺ അലുമിനിയം പിസ്റ്റണാണ്. സിലിണ്ടർ മെറ്റൽ സിലിണ്ടറാണ്. അപ്പോൾ നമുക്ക് കാസ്റ്റൺ മെറ്റൽ പോലത്തെയാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ബോറിനകത്ത് അലുമിനിയം ഉരുകി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ഫുള്ളായിട്ട് ഉരുകി പിടിച്ചേക്കേണ്ട സിറ്റുവേഷനിലല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടണമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ കഴിയും, എൻജിൻ ഓയിലൊക്കെ നമ്മൾ ഒഴിച്ച് റീസെറ്റ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പുക വരാനുള്ള സാധ്യതയുണ്ട്. സൈലൻസറിൽ നിന്ന് വെളുത്ത കളറിലുള്ള പുക വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ വന്നൊന്നുമില്ല, ചിലപ്പോൾ 2 ദിവസം ഓടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരാം. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കിപ്പോൾ ഒഴിച്ച് കൈയോടെ തന്നെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നിലവിൽ സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗത്ത് വന്നാണ് കംപ്ലയിൻ്റാണ് ഈ ഓയിൽ ലെവൽ കുറയാനുള്ള കാരണം. 2 രീതിയിലാണ് ഓയിൽ ലെവൽ കുറയുള്ളൂ. ഒന്ന്, നമ്മൾ സമയത്തിന് ഓയിൽ മാറ്റാതെ അങ്ങനെ കൊണ്ടുനടന്നു കഴിഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകും. അതല്ലെങ്കിൽ രണ്ടാമത് ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തിപ്പോവുകയോ ഓയിൽ ലീക്കായിട്ട് പോവുകയോ ചെയ്താലും ഓയിൽ കുറയും. അപ്പോൾ അതെന്താ സംഭവിച്ചതെന്നുള്ള കേസ് നമുക്ക് ഇനി ഉപയോഗിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയതിന് ശേഷം വണ്ടി ഉപയോഗിക്കുക. ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓയിൽ ലെവലൊന്ന് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കേസാണ്, വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എൻജിൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള എമൗണ്ട് നമുക്ക് ചിലവ് തന്നെ കേസാണ്. അത് നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റ് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അതേപോലെ തന്നെ കാർബറേറ്റർ എന്താ ചെയ്യേണ്ടതെന്നുള്ള കേസും അതും കൂടി ഒന്ന് പറയണം. അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ ആ കേസും കൂടി ഒന്ന് പറഞ്ഞേക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഓയിലിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പുക വരാനുള്ള സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ ഓയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പുകയില്ലാത്തത്. ഓയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പുക വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ.